മധു സൂചിപ്പിച്ചൊരു സാധനമുണ്ട്, ഈ ഭാഷയുടെ ഒരു സാധനം. ഭാഷ ആ നിലയിൽ ക്ലിഷ്ടവും അല്ലെങ്കിൽ ദുർഗ്രഹവും ആവുന്ന ഒരു സംഭവം. അത് ഒന്ന് ഈ പുതിയ സംഭവങ്ങൾ പറയാവുന്നത് പലപ്പോഴും നമ്മൾ പഴയ ഭാഷയിലാവുന്നതിൻ്റെ പ്രശ്നമുണ്ടോ? അത് തത്വചിന്തയുടെ ഒരു ലെവലിൽ നിന്ന് എങ്ങനെയാണ്, പിന്നെ എഴുത്തിൻ്റെ ലെവലിലും എങ്ങനെയാണ്? പ്രത്യേകിച്ച് മധുവെല്ലാം മലയാളത്തിൽ എഴുതുമ്പോഴത്തേക്കും. അതെ 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 അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ ഇപ്പം മാർക്സിൻ്റെ ലിറ്ററേച്ചർ തന്നെ, മാർക്സ് എഴുതിയിട്ടുള്ള സംഗതി തന്നെ മലയാളത്തിൽ വന്നിട്ടുള്ളത് മലയാളം ഉപയോഗിച്ച ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിഷ്ടമായിട്ടുള്ള ഭാഷയല്ല. അപ്പം ക്യാപിറ്റൽ ആദ്യമായിട്ട് പരിഭാഷപ്പെടുത്തി വന്നല്ലോ. അപ്പോൾ ആദ്യം മുഴുവൻ വന്ന് അതിൻ്റെ ഭാഷ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷ് എത്രയോ അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ഇവരും പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ വൈരുദ്ധ്യാത്മക, ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞ് തീരെ മലയാളമല്ലാത്ത വാക്കുകൾ കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിങ്ങനെ വായിച്ച് നമ്മുടെ പിന്നെ എന്താ പറയുക, നാടനായി മാറിയ ചില അല്ലേ ബൂർഷ്വാ, ചരക്ക് എന്ന് പറയുന്ന വാക്കൊക്കെ വെച്ചിട്ടാണ് ഇവരൊക്കെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ മാത്രമേ ചിലപ്പോൾ ഒരു സൈദ്ധാന്തികമായ ഒരു 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 സംവാദത്തിന്, വായനകൾക്ക് ഈ പദങ്ങളില്ലാതെ പറ്റില്ലല്ലോ. വാക്കുകൾ മാത്രം പോരല്ലോ, പദങ്ങൾ തന്നെ വേണം, തിയററ്റിക്കൽ ടേംസ് തന്നെ വേണം. അപ്പോൾ അതിനെപ്പോഴും എന്തായാലും ക്ലിഷ്ടമായിരിക്കും അത് പിന്നെ നിവൃത്തിയില്ല നമ്മൾ. പിന്നെ പരമാവധി അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഒരു വളരെ ഡ്രൈ ആയിട്ടത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അതെ അതെ പ്രത്യയശാസ്ത്രം എന്നുള്ള വാക്ക്, ഐഡിയോളജിക്ക് പ്രത്യയശാസ്ത്രം എന്ന വാക്ക് തന്നെ അത്ര ശരിയാണോ എന്നുള്ള കാര്യം സംശയം. അങ്ങ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഏത് ഡിസ്കോഴ്സും ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. മലയാളത്തിൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെയോ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു പുതിയ തരത്തിലുള്ള ഒരു സൈദ്ധാന്തിക തലങ്ങൾ നമ്മൾ രൂപപ്പെടുത്തുക? അതിപ്പോൾ ഒരു മാർക്സിസത്തിൻ്റെ ഒരു പ്രയോഗത്തിൻ്റെ നിലയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലയിലോ, അല്ലെങ്കിൽ ഈവൻ ഒരു ജ്ഞാന ഇതിൻ്റെ നിലയിൽ തന്നെ അത് എന്തെല്ലാം തരത്തിലാണ് അത് മുന്നോട്ട് പോകാനുള്ളത്? അങ്ങനെ പലരും പറയാറുള്ളൊരു ഇതിപ്പം മലയാളത്തെ വിജ്ഞാന ഭാഷയാക്കി മാറ്റുക എന്നുള്ള ഒരു പലരും മുന്നോട്ട് വയ്ക്കുന്നതാണ്. വളരെ പ്രധാനമാണത്. എന്ന് പറഞ്ഞാൽ ഈ വൈജ്ഞാനിക മേഖലകളിലുള്ള മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഷയായിട്ട് മലയാളത്തെ മാറ്റാൻ. പക്ഷെ ചിലപ്പോൾ അതിനേക്കാൾ പ്രധാനമായിരിക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാക്കിയിട്ട് മലയാളത്തിനെ മാറ്റാൻ. പിന്നെ വൈജ്ഞാനിക ഭാഷ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ വിജ്ഞാനം ഓൾറെഡി ഉൽപ്പാദിപ്പിക്കപ്പെട്ട സംഗതിയെ നിങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അതിന് പറ്റുന്ന രീതിയിൽ മലയാളത്തെ മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം മലയാളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ ശ്രമങ്ങളിലൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങൾ ചെയ്യുന്നത് ചിന്തയെ പരിചയപ്പെടുത്തലോ അതിനെ മലയാളത്തിലാക്കലോ. നേരെ മറിച്ച് നമുക്ക് ചിന്തിക്കാൻ എന്തോ ഒരു ഒരു പ്രയാസമുള്ള പോലെയാണ്. എല്ലാവരും പറയാറുണ്ട്. സാറ് പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ചിന്തിക്കാൻ. അങ്ങനെയുള്ളതിനെ എനേബിൾ ചെയ്യുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പഠന സമ്പ്രദായം നമുക്കില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അപ്പം യൂറോപ്പിൻ്റെയൊക്കെ കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചിന്തിക്കാനുള്ളൊരു പരിശീലനം എന്ന് പറയുന്നത് അവരുടെ ഒരു പെഡഗോഗിയുടെ ഭാഗമായിട്ട് ചെറുപ്പം മുതലേ, ഇപ്പം ഭാഷ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ തന്നെ, ഗ്രാമർ പഠിപ്പിക്കുന്ന പോലെ തന്നെ ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. എങ്ങനെയാണ് ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പലപ്പോഴും യൂറോപ്പിലുള്ള പലതിനെന്ന് വെച്ചാൽ ഈ ലോജിക്കൊക്കെ വളരെ പ്രധാനം. ചെറുപ്പം മുതലേ പഠിപ്പിക്കുക, നിങ്ങൾ എങ്ങനെ ഒരു കാര്യം ആർഗ്യൂ ചെയ്യും, എങ്ങനെ ഒരു കാര്യം നിങ്ങൾ, അത് ആ രീതിയിലുള്ളൊരു മാറ്റം മലയാളത്തിൻ്റെ ഈ പാഠ്യക്രമങ്ങളിലെയോ അല്ലെങ്കിൽ പാഠ്യ പരിഷ്കാരങ്ങളിലോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും. അത് വളരെ പ്രധാനമായിരിക്കും. ഏത് തരത്തിലുള്ള, അത് മാർക്സിൻ്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഏത് തരത്തിലുള്ള ജ്ഞാന ഉൽപ്പാദനത്തിനും ഇത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങൾ ചിന്തിക്കേണ്ടവരല്ല, നമ്മൾ ആരോ ചിന്തിച്ചത് പറയേണ്ട ആൾക്കാരാണ് എന്നുള്ള അത് വളരെ ഒരു തരം